ഞാൻ സത്യത്തിൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ടെല്ലാം പോയി വന്നതാണ്. പക്ഷേ വളരെ യാദൃശ്യമായിട്ട് ഇവിടെ സ്കൂളിൻ്റെ ബാക്കിലേക്കൊന്ന് വെറുതെ വരാമെന്ന് വിചാരിച്ചതാണ്. കാരണം അപ്പുറത്ത് നിന്ന് പോകുമ്പോഴും വണ്ടിയായിട്ട് പോകുമ്പോഴും നടന്നു പോകുമ്പോഴും ഒന്നും ഇപ്പുറത്തെ ഈ വ്യൂ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് ശ്രദ്ധയപ്പെട്ടില്ല. അപ്പോൾ ജസ്റ്റ് വെറുതെ അങ്ങനെ ഒന്ന് പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഡിസാസ്റ്ററാണ് പറ്റിയത്. ഏകദേശം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ സൈഡിൽ കൂടെ പോയാൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ഇത് കാണാൻ വല്ലാത്തൊരു വിഷമമാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് കാണിച്ചു തരാം സിറ്റുവേഷന്. ഇത് ചൂരമലയിൽ നിന്ന് സ്കൂളിൻ്റെ ബാക്ക് സൈഡിലൂടെ പോരുന്ന റോഡാണ്. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ? ഇതെല്ലാം മലേൻ്റെ മേലെ നിന്ന് ഉരുൾപൊട്ടലിൽ വന്ന് കൂടിയ മലകൾ. ഇവിടെയൊക്കെ വീടുകളായിരുന്നു ഇത്രേ. ഈ കാണുന്നത് ഫുള്ള് വീടുകളാണ്. ഇതിൻ്റെ മേലെയാണെങ്കിൽ ഇഷ്ടം പോലെ ബോളറുകൾ, കല്ല്. ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും സ്പീഡിൽ ഇവിടെ എത്തിപ്പെട്ടതെന്ന് എല്ലാവർക്കും അതിശയം തോന്നുന്ന തരത്തിലുള്ള സ്പീഡായിരിക്കും ചിലപ്പോൾ. നിങ്ങൾ ആരൊക്കെയാണ്? എൻ്റെ അച്ഛൻ, അമ്മ മിസ്സിങ്. പക്ഷേ DNA അച്ഛൻ്റെ ഒരു കാലും അമ്മയുടെ ഒരു കാലും കിട്ടി അവസാനം. ഇത് 30-ാം തീയതി നടന്നതാണെങ്കിൽ 1-ാം തീയതി തന്നെ അച്ഛൻ്റെ കാല്, രണ്ടാമത്തെ ദിവസം അച്ഛൻ്റെ കാല് കിട്ടി. അവർക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അമ്മയുടെ കിട്ടിയത് കുറേ കഴിഞ്ഞിട്ടാണ്. നിലമ്പൂരിൽ നിന്ന് കിട്ടിയത്. ചാലിയാർന്ന് കിട്ടി. ഞങ്ങളവരൊക്കെ എല്ലാവരും വന്ന് രക്ഷപ്പെടുത്തി. ഇവരൊക്കെ രക്ഷപ്പെടുത്തി. പക്ഷെ അച്ഛനും അമ്മയും മിസ്സിങ് ആയിട്ട് കാല് മാത്രം കിട്ടി. ബോണ കിട്ടിയെന്ന് പറഞ്ഞ് ഇത് രണ്ടാളുടെ ഓരോ കാല്. അത് പിന്നെ പുത്തുമല അവർ അടക്കം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയി നോക്കി. അച്ഛൻ്റെ 149 നമ്പറും അമ്മയുടെ 125 2 നമ്പറായി. പിന്നെ എല്ലാ നിലവിളി ആൾക്കാർ ഓടി വരും. ആ അവസ്ഥ ഒരു ഭയാനകമായിരുന്നു. നമുക്കറിയില്ല, സിനിമയിൽ പോലും അങ്ങനെ നമ്മൾ കണ്ടില്ല. ഇതൊരവസ്ഥ. ലൈറ്റ് ഇല്ല. പിന്നെ ചളി, ടൗണിലൊക്കെ ചളി. പിന്നെ എന്താ പറയാ, ഇതൊരവസ്ഥയായിരുന്നു. എസ്റ്റേറ്റിന് അതിലെങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിരുന്നു. അല്ല, ഞാൻ സത്യത്തിൽ ഇപ്പൊ അപ്പുറത്തൂടൊക്കെ പോയി ഇങ്ങനെ കണ്ട് കുറെ ഒക്കെ ചിത്രീകരിച്ച് ഇങ്ങനെ വരിക. പക്ഷെ ഇപ്പഴത്തേക്ക് ഞാൻ കേറാൻ വെറുതെ തോന്നിയതാ. ഇതാണ് ശരിക്കും. ഇത് കണ്ട നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഇത് ആദ്യത്തെ ഇവിടുത്തെ വീടുകള്, സ്ഥലങ്ങൾ ആദ്യം കണ്ടാലേ ഇതിനെ പറ്റി ഇതിന്റെ ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച്. ഷൗക്കത്ത് അപ്പുറത്ത് കാണുന്ന സലാം ഒക്കെ കഴിച്ചില്ലായി. അത് വീരാ സാഹിബ് അവരും കഴിച്ചില്ലായി. ഈ താഴെ ഭാഗത്തുള്ള കുറച്ച് ആളുകൾ പോയിരുന്നു. ഇവിടെ നസീറിന്റെ വീടുണ്ടായിരുന്നു. ഇവിടെ നസീറിന്റെ വീട്. ഇതിന്റെ മേത്താഴത്താണ് നസീർ. ഇവിടെ മറ്റേ നോട്ട് യൂസ് അങ്ങനെ മറ്റു രണ്ടാണ് നസീർ പോലെ വീടാണ്. ഇവിടെ തന്നെ എന്താണ് ഇവിടെ പോയ 2000 തിരിഞ്ഞതാ. അവിടെ ആ വീട്ടില് ഒരു 8-9 ആള് കഴിച്ചില്ലായി. അത് നേരെ അപ്പുറത്തെ വീട്ടിലും കഴിച്ചില്ലായി. മരിച്ചതൊക്കെ ഈ കൂടുതൽ മരിച്ചല്ലേ. പിന്നെ ഇത് ആ വീട് കഴിഞ്ഞ ആലോചിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഇത്രയും കല്ലുകൾ വന്നിട്ടല്ല മനുഷ്യന്റെ വീടിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ജാമായി പോവല്ലേ. ഭയങ്കര സൗണ്ട് ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു വയസ്സായ ഒരാളുണ്ടായിരുന്നു. അവര് ബാക്കിലോട്ട് ഓടി രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞു. മേലോട്ട് കഴിച്ചില്ല. ഇതിലൊക്കെ കേറി ഓടിയതാന്നാ പറഞ്ഞു. നല്ല ഈ സൈഡിലാട്ടോ കൂടുതൽ എഫക്റ്റ് ആയത് അല്ലേ. ആ വീട്ടില് പിന്നെ ആർക്കൊന്നും പറ്റിയില്ല. ആ വീട്ടിലല്ലേ അതൊറ്റ ഒന്നും പറ്റാത്ത അങ്ങനെ കേറിയില്ല വെള്ളം. ബാക്കിൽ കാണുന്നില്ല ആരിസൺസിന്റെ പാത്രങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. അതന്നെ ഈ വീടിന്റെ അടുത്തുള്ള പെണ്ണുങ്ങളെ പോയ 3 ഇതിന്റെ ബാക്കിൽ വീടുണ്ടായിരുന്നു. അവരും പോയി. ഇതൊക്കെ ഈ സൈഡിലൊക്കെ ഫുള്ള് വീടുകളായിരുന്നു. അമർന്നു പോയതാണ്. ഇവിടെയുള്ള ലേഡീസ് ഒക്കെ പോയിട്ടുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് വീടുണ്ടാക്കിയിട്ട് വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിട്ട് തേയില ഒട്ടിക്കാൻ ഇട്ടതായിരുന്നല്ലോ. അപ്പോഴാണ് ബൈക്കുകളൊക്കെ കൊണ്ട് അടഞ്ഞു കിടക്കുന്നത്.
ആരെ ബൈക്കാണ് എന്താ ഒന്നും അറിയില്ല. അതാ ബൈക്കുകളില്ലേ, ഇതെന്താ ഇതാ ബൈക്കുകൾ 1, 2, 3 ഒന്നല്ല, ഇതൊക്കെ ഒഴുകി വന്നാണ് പറയുന്നേക്കുന്നത്. അവിടെ അപ്പുറത്തതാ ഒക്കെ പൊടി ആയിട്ടില്ലേ, കല്ല് തട്ടിട്ട്. 2 ജീപ്പ് ഉണ്ട് അവിടെ. ആ കാണുന്ന വീട്ടില് 13 ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കൊന്നും പറ്റിട്ടില്ല. അവിടെ കണ്ട വീട് കാറുകൾ കണ്ടില്ലേ, കാറ്, ജീപ്പ്. ഇതൊക്കെ സിംഗപ്പൂരിലാ, മലേഷ്യ, അവിടെ പോയി ഉണ്ടാക്കിയ മുതലാണ്. വീടൊന്നും പറ്റിയില്ല. പക്ഷെ ഇത് ഇനി ഇവിടെ എങ്ങനെ താമസിക്കുക? സുൽഫീഖറാണ് എന്റെ കൂടെ ഉള്ളത്, നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അവരെ വീടാണ് ആ കാണുന്നത്, ആ വൈറ്റ്. അന്നത്തെ ദിവസം എത്ര ആളുണ്ടായിരുന്നേ? 9 ഫാമിലി. 9 ഫാമിലി. ആള് എത്രയായിരുന്നു? മൊത്തം 35 ആളുണ്ടായിരുന്നു. 35 ആൾ ആ വീട്ടിൽ അന്നത്തെ പരിപാടി. ഇല്ല, ഇവിടെ നല്ലതിന് ഞാൻ കഴിച്ചിലാക്കി അവിടെ ഫസ്റ്റത്തെ പൊട്ടിന്. രണ്ടാമത്തെ പൊട്ടിന് ഞങ്ങള് മേലെ കയറി ചായത്തോട്ടത്തില്. ആ വീട്ടിൽ 4 ആൾക്കാരുണ്ടായിരുന്നു, അവര് കഴിച്ചിലായി. ഈ വീട്ടിൽ 2 ആള്. ഈ വീട്ടില് അവിടെ 4 ആളുണ്ടായിരുന്നു, അവര് എന്റെ വീട്ടിലേക്ക് വന്നു. ഇവരൊക്കെ ഞാൻ പോയി കണ്ടവാൻ സമയോട് നിർത്താൻ സമ്മതിക്കൂല. ഇതെന്റെ അമ്മാവന്റെ വീടാ, അമ്മാവന്റെ മോനാണിത്. ആലക്കൽ സംസ്ഥാനം. അതിന്റെ ജ്യേഷ്ഠന്റെ വീടാണിത്. ഇതാ കാണുന്നത്. അതില് 4 ആളുണ്ടായിരുന്നു, അവരും വെച്ചിലായി. അവരൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നു. ഓട്ടോറിക്ഷ എന്തൊക്കെയുണ്ട്, ലോറി, ബൈക്കുകൾ, ബുള്ളറ്റാണ്. അപ്പുറത്തുള്ള വേറെ ബൈക്ക്. വീടുകളുടെ പില്ലറോ എന്തൊക്കെയൊക്കെയാണ് കിടക്കുന്നത്. രക്ഷപ്പെട്ടോലെന്ന് പറഞ്ഞ് കാണുവാൻ പറ്റുമോ? രക്ഷപ്പെട്ടില്ല. കാറുകൾ കിടക്കുന്നുണ്ടോ? ഞാൻ വീടുകളിൽ ഓരോരുത്തരുടെ ഡ്രസ്സൊക്കെയാണ്, വീട്ടുകാരുടെ ഡ്രസ്സായിരിക്കും. ഇതാണ് സ്ഥിതി. നോക്കിയത് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം വിചാരിച്ചു. വീടിൻ്റെ ഉള്ളിലെ സ്ഥിതിയാണ്. ക്രിസ്തുവിന്റെ ഫോട്ടോ മാത്രം. നൂറുകണക്കിന് ബൈക്കും വണ്ടികളും ഇതിന്റെ ഉള്ളില് പെട്ടുപോയിട്ടുണ്ട്. ടിവിയിലും ന്യൂസിലും ഒക്കെ ഞാൻ 1, 2 ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇത്ര മരങ്ങള്. ഇതിപ്പോ എന്താ പറയുന്നത് കേൾക്കുന്ന വെച്ചാല്, ആ സ്കൂൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ചൂരൽമല ടൗണ് രക്ഷപ്പെട്ടതെന്നാ പറയുന്നത്. ഇത്ര മരങ്ങളൊന്നായിട്ട് വന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഡൈവേർട്ട് ആയിട്ട് പോയതാ ഇപ്പുറത്തേക്ക്. അല്ലെങ്കിൽ ഇത് ശരിക്കും പോവാ ചുരൽമല ടൗണ്, പള്ളി, ഇത് കംപ്ലീറ്റ് പൊളിഞ്ഞു പോത്രേ. അതാ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ഇതിലെ പോവാ, ഇതോ വീടുകളുടെ ഫൗണ്ടേഷനായി കാണുന്നതാ. ഫൗണ്ടേഷന്റെ അടിഭാഗം വരെ പോയിണ്ടതാ. എന്തൊക്കെയൊക്കെ ബാത്റൂം, എന്തൊക്കെയൊക്കെ ആണിത്. മരങ്ങളുണ്ടല്ലേ, കൂട്ടായിട്ട് ആ മരങ്ങൾ ഒന്നായിട്ട് മല ഇളകിയിട്ട് ഇങ്ങോട്ട് പോന്നാൻ തോന്നുന്നു എനിക്ക്. ഇതുണ്ട്, ഇതേതാ വെഹിക്കിള്? റിനോന്റെ കൈഗറോ മറ്റോ ആണെന്ന് തോന്നുന്നു. NDRFന്റെ ഒക്കെ ആൾക്കാർ ഇപ്പോഴും സേവനത്തിൽ തന്നെയാണ്. ഇതുണ്ട, മരത്തിന്റെ കൂട്ടാണ്. ഒന്നായിട്ട് ഒന്നിവിടെ തങ്ങിപ്പോയതാന്ന് തോന്നുന്നില്ലേ? സ്കൂളിന്റെ പില്ലറുകളായിരിക്കും ഒരുപാട് രക്ഷ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. സൈഡിലേക്ക്
അല്ല ഇതിൻ്റെ ഇവിടെ കണ്ടുണ്ട് സ്കൂൾ 3 ഫ്ലോറുള്ള സ്കൂളാണ്. ഇത് ചാനല വയനാട് ജില്ലാ പഞ്ചായത്ത് ഗവൺമെന്റ് വെക്കേഷൻ വെള്ളാർമല. ഇവിടെ വെള്ളാർമല ഇവിടുത്തെ കുട്ടികളൊക്കെയാണ് പുനഃപ്രവേശനം നടത്തിയിട്ട് പിന്നെ മേപ്പാടി സ്കൂളിലേക്ക് അല്ലേ, ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇന്നലെ മെനിയാന്നിട്ടായിരുന്നത് പുനഃപ്രവേശനം. ഒക്കെ ഗ്രൗണ്ടായിരുന്നു സ്കൂളിലെ ഗ്രൗണ്ടായിരുന്നു ഗ്രൗണ്ടിന്റെ ഒക്കെ സ്കൂളിന്റെ ഗ്രൗണ്ടായിരുന്നു.